ചെയ്തതിനു ശേഷവും കേൾക്കുന്നില്ലേ? മുശ്രിക്കുകളുടെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മദീനയിലോട്ട് പോരുന്നത്. ഹിജറ ചെയ്ത് മദീന എത്തിയതിനു ശേഷവും മക്ക മുശ്രിക്കുകൾ അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും സഹാബികളോടുമുള്ള ദേഷ്യം അവർക്ക് മതിയായിരുന്നില്ല. അങ്ങനെയാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്. ഹിജറയുടെ 2-ാം വർഷം ബദറിൽ വെച്ച് ഇസ്ലാമിക സൈന്യവും മുശ്രിക്കുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതിൽ മക്ക മുശ്രിക്കുകൾക്ക് കനത്ത നാശനഷ്ടം സംഭവിക്കുകയും അവർക്ക് തുല്യതയില്ലാത്ത നാശം, അവരുടെ പ്രഗത്ഭന്മാരായ ആളുകളൊക്കെ അവിടെ മരിച്ചു വീഴുന്ന ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം അവർ പ്രതികാര ബുദ്ധിയോടുകൂടി അവർ കാത്തിയെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഹിജറയുടെ 3-ാം വർഷം അവർ സർവായുധഭൂഷിതരായി ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും തകർക്കാൻ വേണ്ടി മദീനയിലേക്ക് ഒരു പട പുറപ്പാടുമായി വരുന്നത്. ആ വിവരം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് കൂടിയാലോചിക്കുകയാണ്. ഇസ്ലാമിന്റെ വളരെ വലിയൊരു പ്രത്യേകതയാണത്. വഹി കൊണ്ട് സംസാരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ സഹാബാക്കളുമായി കൂടിയാലോചിക്കാറുണ്ട്. അത് ഇസ്ലാമിന്റെ ഒരു അടയാളമാണ്. ഹജ്ജിന് വേണ്ടി തയ്യാറാകുമ്പോൾ തന്നെ ഇസ്ലാം പറയുന്ന ഒരു സംഗതി നിങ്ങൾ മുഷാവറ ചെയ്യണമെന്നാണ്. അതുപോലെ ഇസ്ലാമിന്റെ ഏത് വിഷയത്തിനും മുഷാവറ വലിയൊരു ഘടകമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് മുഷാവറ ചെയ്യുന്നുണ്ട്. അതേ സഹാബ ശത്രു സൈന്യം ഇങ്ങോട്ട് മദീനയിലേക്ക് കടന്നു വരികയാണ്. അവർ നമ്മൾ ഈ മസ്ജിദിന്റെ അടുത്ത് വെച്ചവരെ നേരിടണോ അല്ല അവർ ഇങ്ങോട്ട് അടുക്കുന്നതിന് മുമ്പ് അവർ അങ്ങോട്ട് പോയി പ്രതിരോധിക്കണമെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഹാബാക്കൾ അവർ പറയുന്ന സംഗതി നമുക്ക് അങ്ങോട്ട് പുറത്തു പോയി പ്രതിരോധിക്കാം, അവരെ മദീനയിലോട്ട് പ്രവേശിപ്പിക്കണം. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ജബൽ ഉഹദ്. ഏകദേശം 8.5 കിലോമീറ്റർ വീതിയും 2.5-3 കിലോമീറ്ററോളം 8.5 കിലോമീറ്റർ നീളവും 2.5-3 കിലോമീറ്ററോളം വീതിയുമുള്ള വലിയൊരു മലയാണ് ഈ ഉഹദ് മല. ഇസ്ലാമിക ചരിത്രത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും എടുത്തു പ്രയോഗിക്കാറുള്ള ഒരു മല കൂടിയാണ്. സ്വർഗത്തിലെ മല എന്നുകൂടി അതിനെ പറയാറുണ്ട്. കാരണം ഒരു ഇസ്ലാമിക വിഷയങ്ങളിൽ സദഖ ചെയ്യുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഉഹദ് മലയോളം സ്വർണം ദാനം ചെയ്യാമെന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. അത്രയും അതിന്റെ ആധിക്യവും വലിപ്പവും അതിന്റെ മഹാത്മ്യവും കാണിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിക്കാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഉഹദിന്റെ ഭാഗത്തോട്ട് നീങ്ങുന്നത്. ഉഹദിന്റെ ഭാഗത്തോട്ട് നീങ്ങി ഞങ്ങൾ പോകുന്ന വഴിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഒരു വഴിയുണ്ട്, ബസ് ചിലപ്പോൾ അതിലൂടെ പോവുകയില്ല. അങ്ങനെ ശവ്വാൽ 3 ഒരു ശനിയാഴ്ചയായിരുന്നു യുദ്ധം നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ ഒരുങ്ങി തയ്യാറായി മസ്ജിദ് നബവിയിൽ നിന്നും അവരുടെ വീടുകളിൽ നിന്നും പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഒരു ചെറിയ സ്ഥലമുണ്ട്, അതിന് മസ്ജിദ് ദിറ എന്ന് പറയാം. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്. മദീനയുടെ ഓരോ മണൽത്തിരികൾക്കും ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഓരോ മണൽത്തിരികൾക്കും ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇത്രയും കൃത്യവും വ്യക്തവുമായി രേഖപ്പെട്ട ഒരു ചരിത്ര ഭൂമിക അല്ലാഹുവിന്റെ ദുനിയാവിലെ ഭൂമിയിലല്ല. അത്രയും കൃത്യമാണ് എടുത്ത ചരിത്രങ്ങൾ, എല്ലാം നോട്ടിലാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും വെള്ളിയാഴ്ചകളിൽ നിന്ന് പുറപ്പെടുകയും മസ്ജിദ് ദിറ എന്ന് പറയുന്ന അല്ലെങ്കിൽ മസ്ജിദ് ഷെയ്ഖൈനി എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് അവിടെ സംഗമിക്കുകയും അവിടെ രാത്രി ഉറങ്ങുകയും ചെയ്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് അങ്ങനെയായിരുന്നു. ആദ്യമേ തയ്യാറായി ഒരുങ്ങി പുറപ്പെടും. പെട്ടെന്നുള്ള ഒരു എടുപിടി പരിപാടിയില്ല. അങ്ങനെ മസ്ജിദ് ദിറയിൽ വെച്ച് സഹാബാക്കൾക്ക് റളിയല്ലാഹു അൻഹു നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. എല്ലാവരും ശാന്തരായി ഉറങ്ങി. പിറ്റേന്ന് ശനിയാഴ്ച യുദ്ധഭൂമിയിലേക്ക് പോവുകയാണ്. ആ കാണുന്നതാണ് ചെറുപ്പം. വളരെ വിപുലമായ ഒരു യുദ്ധ പോരാളിയെ പോലെ അല്ലെ ഒരു യുദ്ധതന്ത്രത്തിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ വിന്യസിക്കുക. ഏകദേശം 1000-ഓളം ഉണ്ടായിരുന്നു സഹാബാക്കൾ റളിയല്ലാഹു അൻഹു. അതിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ 10-300 ആൾക്കാർ ഈ യുദ്ധ സൈന്യത്തെ ക്രമീകരിച്ചിരുന്ന മസ്ജിദ് ദിറ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ അടുത്തുനിന്നാണ്. എപ്പോഴും കാണാൻ പറ്റില്ല. ആ മസ്ജിദ് ദിറയുടെ അടുത്ത് മുനാഫിക്കുകളായ കുറച്ച് ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ആളില്ല, ചില കാരണങ്ങളൊക്കെ പറഞ്ഞു. ആരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ചില്ല. എല്ലാവരോടും ആ അവസരം ചോദിക്കുന്നവരൊക്കെ 1000-ഓളം പേർ, ഒരു 4 കുതിര സംഘമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ശത്രു സൈന്യം 400 കുതിര പോരാളികളും 3000-ഓളം സർവായുധ വിഭൂഷിതരുമായ ആൾക്കാരാണ് വരുന്നത്. 400 കുതിര പടയാളികളുടെ മുന്നിൽ 200 കുതിരപ്പടയാളികളുടെ മുന്നിൽ കേവലം 4 കുതിരകളുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പോകുന്നത്. അങ്ങനെ ഉഹദിന്റെ ആ മലയുടെ ചാരത്ത് നമുക്കാണ് അവിടെ എത്തിയാൽ മനസ്സിലാവും. ഉഹദ് മലയെ പിന്നിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ വിന്യസിക്കുകയാണ്. അതിനുശേഷം അവിടെ ഒരു ജബൽ റുമാത്ത് എന്ന് പറയുന്ന ചെറിയൊരു കുന്നുണ്ട്. റുമാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എറിയുക അല്ലെങ്കിൽ അമ്പയുക എന്നാണ് പദത്തിന്റെ അർത്ഥം.
അപ്പൊ അമ്പെയ്ത്തുകാരായ 50ഓളം സഹാബികളെ ജുബൈർ ഇബ്നു അബ്ദുല്ലാഹി നഅ്മാൻ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രഗത്ഭനായ അമ്പെയ്ത്തുകാരന്റെ നേതൃത്വത്തിൽ 50ഓളം സഹാബാക്കളെ കുന്നിന്റെ മുകളിൽ നിർത്തുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വളരെ നിപുണനായ പോരാളിയെ പോലെ വളരെ തന്ത്രജ്ഞതയോടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ വിന്യസിക്കുന്നത്. ആ കുന്നിന്റെ മുകളിൽ 50ഓളം ആൾക്കാരെ നിർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞാലല്ലാതെ നിങ്ങൾ ഈ കുന്നിന് താഴെ ഇറങ്ങാൻ പാടില്ല, താഴെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇറങ്ങരുത്, ഞാൻ പറഞ്ഞാൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. മുസ്ലിം സൈന്യത്തിന് അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി നസ്റും സഹായമൊക്കെ വന്നു. ഏകദേശം ശത്രു സൈന്യം പരാജയപ്പെട്ടു, തിരിച്ചോടി. ആ സമയത്താണ് ആശയക്കുഴപ്പം സംഭവിക്കുന്നത്. ആ കുന്നിന്റെ മുകളിൽ നിന്നും അമ്പെയ്ത്തുകാരായ അവരുടെ ഉന്നം വെച്ചുള്ള അമ്പെയ്ത്തിലാണ് മറ്റൊരു ശത്രു സൈന്യത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെ ശത്രു സൈന്യം പിന്നോട്ടോടിയപ്പോൾ കുന്നിന്റെ മുകളിലുള്ള ചില ആൾക്കാർ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞു, പിരിച്ചുവിട്ടു, ഗനീമത്ത് മുതലൊക്കെ യുദ്ധ സമരാർജിത സ്വത്തുക്കളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്കിറങ്ങാം. ബഹുമാനപ്പെട്ട ജുബൈർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന നേതാവ് പറഞ്ഞു, ഇറങ്ങരുത്, പൊന്നാര ഹബീബ് ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞാൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. പക്ഷെ ചിലർ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ എഴുതുന്നത് കാര്യം നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാർ നമ്മളെ ധിക്കരിച്ചതായിട്ട് ചിത്രീകരിക്കേണ്ടതില്ല. ചില ആൾക്കാർ അന്ന് ഇറങ്ങി വന്നു. സമരാർജിത സ്വത്ത് ഒരുമിച്ച് കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സൈന്യത്തിന്റെ സേനാനായകനായിരുന്ന ഖാലിദ് ഇബ്നു വലീദ് എന്ന് പറയുന്ന യുദ്ധതന്ത്രജ്ഞൻ. നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. ഖാലിദ് എന്ന് പറഞ്ഞാൽ ചെയ്ത യുദ്ധങ്ങളൊക്കെ ജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഖാലിദ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുന്നിന് മുകളിലുള്ള ആൾക്കാർ വളരെ ശോഷമാണ്, കുറഞ്ഞിട്ടാണല്ലോ. ആ ശോഷിച്ചിരിക്കുന്ന സംഘത്തിന് വരെ ഖാലിദ് മുകളിൽ കയറുകയും ആ ജുബൈർ മാത്രം നിർത്തിയിരിക്കുന്ന സേനാനായകനായിരുന്ന അബ്ദുല്ലാഹി ജുബൈർ അടക്കമുള്ള മുഴുവൻ ആൾക്കാരെ വധിക്കുകയും കുന്നിന് മുകളിൽ നിന്ന് യുദ്ധത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാമിക സൈന്യത്തിന് പരാജയത്തിന്റെ കൈക്കുനീര് അനുഭവിക്കേണ്ടി വന്നു, ചിതറി ഓടേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്ക് പറ്റി, തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകി, മുൻപല്ല് പൊട്ടി. വളരെ വേദനാജനകമായ സംഭവം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുഴിയിൽ വീണുപോയി. അങ്ങനെയൊക്കെയുള്ള വളരെ യുദ്ധത്തിൽ ഇത്രയും സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയും പരിക്കും പറ്റിയിട്ടുള്ള ഒരു യുദ്ധം ചരിത്രത്തിലുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള യുദ്ധഭൂമിയിൽ വെച്ച് ഇത് കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പിന്മാറേണ്ടി വന്നു. ചിലർക്ക് ചിതറി ഓടിപ്പോയി. അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട എളാപ്പ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വീരശൂര പരാക്രമിയായി സിംഹത്തെ പോലെ പടക്കളങ്ങളിൽ കുതിരി ശത്രു നിരയിലേക്ക് കുതിച്ചു കയറിയ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ അവിടെ വെച്ച് രക്തസാക്ഷിയാവുകയാണ്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുസ്അബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ജയ്ഷ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ 70ഓളം സഹാബാക്കൾ, അതിൽ 22 മുഹാജിറുകളും ബാക്കി അൻസാരികളുമാണെന്നാണ് പറയപ്പെടുന്നത്. 70ഓളം ബഹുമാനപ്പെട്ട സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ഈ യുദ്ധഭൂമിയിൽ വെച്ച് ഷഹീദാവുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു നേതൃത്വത്തിലുള്ള സംഘം ആൾക്കാർ പിന്നിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ഗുഹാമുഖമുണ്ട്, അതിനിപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ കൊണ്ടുപോയി കിടത്തുകയും പരിചരിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലമുണ്ട്, മസ്ജിദ് ഫസ്ഹ എന്നാണ് പേര്. അങ്ങനെ ചെറിയ ഒരു മുസല്ലയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്ന അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീര് വീണ, രക്തം വീണ ഒരു യുദ്ധഭൂമിയാണ് ഈ ഉഹദ് എന്ന് പറയുന്ന യുദ്ധഭൂമി. കണ്ണുനീര് വീണെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു തങ്ങളെ ചിത്രമകം നടത്തിയിരിക്കുകയാണ്. വഹ്ശി എന്ന് പറയുന്ന ഒരു അടിമ, ഹിന്ദ്, അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദിന്റെ ആവശ്യപ്രകാരം, കാരണം ഹിന്ദിന്റെ പല ആൾക്കാരെ യുദ്ധമുഖത്ത് വെച്ച് ബദറിൽ വെച്ചിട്ട് ഹംസ റളിയല്ലാഹു ശരിയാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു വധിക്കാൻ വേണ്ടി വഹ്ശിയുമായി ചട്ടം കിട്ടുകയാണ്. വഹ്ശിയോട് പറയാം, നീ ഹംസയെ വധിച്ചാൽ നിനക്ക് മോചനം നിനക്ക് നൽകാം. മോചിപ്പിക്കാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഏത് അടിമയുടെയും ഏറ്റവും വലിയ താല്പര്യം അടിമത്ത മോചനമാണ്. ആൾക്കാർ നിർത്തുന്നത് സഹാബാക്കളെ ആ ഉഹദിന്റെ ഭാഗത്ത് മുന്നിൽ ഇങ്ങോട്ടാക്കിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതായത് പിന്തിരിഞ്ഞു പോകാൻ പറ്റാത്ത വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് സൈന്യത്തെ. ശത്രു സൈന്യം ഇതുവഴി ആ ജബർമാത്തിന് എതിർവഴിയാണ് വരുന്നത്. അപ്പോഴാണ് മുകളിൽ നിന്നും ആക്രമിച്ച് അവരെ പരാജയം. അങ്ങനെ അവരിറങ്ങിയപ്പോഴാണ് തിരിച്ചുവിടുന്ന ഖാലിദ് ഇബ്നു വലീദ് വീണ്ടും കുന്നിന് മുകളിൽ കയറി യുദ്ധത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി എന്ന് പറയുന്ന അടിമ പിന്നീട് സ്വഹാബിയായിരുന്നു. ആ വഹ്ശി ചാട്ടിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ടിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിയാവുകയാണ്. ദേഷ്യം തീരാത്ത ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ
ബഹുമാനപ്പെട്ട ഇത്രയും മാരകമായ മുറിവ് വെച്ച് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഹംസനെ കണ്ടിട്ട് മന്നാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീർ അവിടെ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് മുമ്പ് തന്നെ ഇവിടെയുള്ള മദീന നിവാസികളെ ദീൻ പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും വേണ്ടി അയച്ച വളരെ വലിയൊരു മഹാനായ വ്യക്തിയായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ചരിത്രം നമ്മൾ നാട്ടിൽ ചെന്ന ഓരോരുത്തരുടെയും ചരിത്രം വ്യക്തിപരമായി ഇൻഡിവിജ്വലായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം മുസ്അബ് എന്നൊക്കെ പറഞ്ഞ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വ്യക്തിയാണ്. മക്കയുടെ പരിമളം എന്നാണ് മുസ്അബിനെ പറ്റി പറയാറ്. അതിസുന്ദരനായ മുസ്അബ് തന്റെ ഉമ്മയുടെ ആവശ്യം പോലും ധിക്കരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. മുസ്അബ് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മുസ്അബ് പ്രവേശിച്ചിട്ടുള്ള നാട്ടുകാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അത്രയും വില കൂടിയ സുഗന്ധങ്ങൾ ഉപയോഗിച്ച് വില കൂടിയ വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ ജീവിതം നയിച്ചിരുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി വിശുദ്ധ മദീനയിൽ വരികയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാമിനോട് വ്യാപിപ്പിക്കുകയും ചെയ്ത വളരെ ഒരു ചെറുപ്പക്കാരൻ വിഭാഗമായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഷഹീദാവുകയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായി മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കണ്ടപ്പോൾ പൊന്നാര ഹബീബ് പൊട്ടിക്കരഞ്ഞു. മുസ്അബിനെ വിളിച്ച് തങ്ങളോട് വിരുമ്പരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ഈ മക്കയിലുള്ള അതിസുന്ദരനായ യുവാവായിരുന്നു. അതിസമ്പന്ന കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. പക്ഷെ മുസ്അബിന്റെ ജനാസ മറക്കാൻ വേണ്ടിയുള്ള തുണി നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മറക്കാനുള്ള തുണി അതായത് കുളിച്ചപ്പോൾ തല കൂടുമ്പോൾ കാല് പുറത്ത് കാണുകയാണ്. ഇങ്ങനെയുള്ള സംഗതി തല പിന്നെ കാല് ഇങ്ങോട്ട് ഇങ്ങനെ തുണി വലിക്കുമ്പോൾ തല പുറത്താകുന്ന സംഗതി അവസാനം കൂടി ഒരു പുല്ലെടുത്തിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയുടെ ഒരു ഭാഗം മറച്ചെന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ അത്രയും വേദനാജനകമായ സംഗതികൾ നടന്ന ഈ ബഹുമാനപ്പെട്ട ഒരു യുദ്ധഭൂമിയാണിത്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും പിന്നെ ഇവിടെയുള്ള ശുഹദാക്കൾക്ക് സലാം പറയണം. ഖബറാളികൾക്ക് വേണ്ടി സലാം ദൂരം എല്ലാവർക്കും അറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും ആനഖൗമുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും ശുഹദാ. ആ ഒറ്റ കവർ മാത്രമേ ശരിക്കും കാണുന്നു. അപ്പ അവിടെ ഇത് മറ്റുള്ള പരത്തി പറയുന്നതാണ്. നല്ലോണം പറ്റി പല്ലി പോയി എന്നാണ്. പിന്നെ ഈ സഹാബിയിട്ട് ഇങ്ങനെ വട്ടം പിടിച്ചിട്ടാണ്. അതാണ് ഉയരം കുറഞ്ഞതാണ് ആൾക്കാർ आपको भी हदिया आगे देना है. हेलो പരിക്ക് പറ്റില്ല, പല്ല് പൊട്ടി എന്നൊക്കെ പറഞ്ഞില്ലേ.